ഇന്ന് കേരളത്തിൽ നിന്ന് MBBS പഠിക്കാനായിട്ട് ഡെസ്റ്റിനേഷൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ പൊസിഷനിലുള്ള ഒരു കൺട്രി ആയിട്ട് ഉസ്ബെക്കിസ്ഥാൻ മാറിക്കഴിഞ്ഞു. പക്ഷേങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ MBBS പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ പോയി തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു 5 വർഷം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 5 വർഷം കൊണ്ട് ഇത്രയേറെ പ്രേമമായിട്ടുള്ള ഒരു ലൊക്കേഷനായിട്ട് ഉസ്ബെക്കിസ്ഥാൻ എങ്ങനെ മാറി എന്നത് വളരെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഉക്രൈൻ വാർ, അത് കൂടാണ്ട് പിന്നെ കോവിഡ്, പിന്നെ 2021 FMG റെഗുലേഷൻ എന്ന പേരിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്ത എബ്രോഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഗസറ്റ്, ഈ ഒരു 3 കോമ്പണൻസ് ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നൊരു കൺട്രിക്ക് ഇത്രയേറെ പ്രാധാന്യം കൂടിയത്. ഉക്രൈൻ വാർ കഴിഞ്ഞതിന് ശേഷം, ഉക്രൈനിലായിരുന്നു അതിന് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ MBBS പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഉക്രൈൻ വാർ വരുന്ന സമയത്ത് പിന്നെ വിദ്യാർത്ഥികൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതാവുകയും അങ്ങനെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു, സേഫ് ആയിട്ടുള്ള പല രാജ്യങ്ങളോടും എന്ത് ചെയ്തു, ട്രാൻസ്ഫർ എടുത്ത് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യമായി പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉസ്ബെക്കിസ്ഥാനിൽ എത്തുന്നത്. അതിനു മുമ്പ് ഓരോ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോഴും നമുക്ക് വിരലിൽ എണ്ണാവുന്ന തരത്തിലുള്ള നമ്പേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. മാക്സിമം ഒരു യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ, ഓൾ ഓവർ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഒരു 20-25 സ്റ്റുഡൻസ് ഒക്കെ മാത്രമേ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഇന്ന് ഉസ്ബെക്കിലുള്ള ടോട്ടൽ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഏകദേശം ഒരു 20,000-ഓളം വിദ്യാർത്ഥികൾ പല യൂണിവേഴ്സിറ്റികളിലായി എന്ത് ചെയ്യുന്നുണ്ട്, ഉസ്ബെക്കിസ്ഥാൻ എന്ന ഒരു കൺട്രിയിൽ ഇന്ന് MBBS പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 ഇയർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു 4 ഇയേഴ്സ്, 5 ഇയേഴ്സ് എന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല, കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് ഇത്രയേറെ വലിയൊരു സ്കെയിലിലുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം ഉയരാനായിട്ടുള്ള മേജറായിട്ടുള്ള റീസൺസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന്, ഉക്രൈൻ വാർ കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ എടുത്തിട്ട് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കോവിഡ് വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ. ആഫ്റ്റർ കോവിഡ് ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിലോട്ടൊന്നും തന്നെ വിദ്യാർത്ഥികൾ MBBS പഠിക്കാൻ പോകാത്ത ഒരു സാഹചര്യമായി. അത് കൂടാണ്ട് പല രാജ്യങ്ങളും വിസ റെസ്ട്രിക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് എന്ത് ചെയ്തു, ഉസ്ബെക്ക് പോലുള്ള കൺട്രികളുടെ പ്രാധാന്യം കൂടി. ഇതിനൊക്കെ മുകളിലുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് 2021 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ FMG റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി പാലിക്കുന്ന രാജ്യങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. സോ 2022 എംബസി ഓഫ് ഇന്ത്യ, ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കനിലുള്ള എംബസി ഓഫ് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കൺട്രി പ്രോപ്പറായി എന്ത് ചെയ്യുന്നുണ്ട്, NMC ഗസറ്റ് പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നതായി നമ്മൾ കണ്ടത്. കാര്യം നമ്മളിപ്പോൾ റഷ്യയോ അല്ലെങ്കിൽ കസാക്കിസ്ഥാനോ അല്ലെങ്കിൽ ചൈനയെ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ വൺസ് കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷനോ ലൈസൻസോ കിട്ടലേ ബുദ്ധിമുട്ടാവും, വേറെയും കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉസ്ബെക്കിനെ സംബന്ധിച്ചിട്ട് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ 6 ഇയേഴ്സ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇവിടെ പിന്നെ FMGO ഇനി വരാൻ പോകുന്ന നെസ്റ്റോ വാട്ടവർ ടീസ് അതെന്തും ആയിക്കോട്ടെ അത് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വർക്ക് ചെയ്യലേ പോസിബിളാണ്. ഓക്കെ, സോ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻ, അത് കൂടാണ്ട് അവരുടെ ഒരു പിന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ റിലേഷനൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇതിന് അതിൻ്റെ നമ്മുടെ ഒരു ജിയോഗ്രാഫിക്കൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഏഷ്യയിലായിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത്. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കാംഫുൾ ആയിട്ടുള്ള കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പഠിക്കാനായി സാധിക്കുന്നു എന്നതാണ്. ഇപ്പോൾ മോസ്റ്റ് സേഫസ്റ്റ് കൺട്രി ഇൻ സെൻട്രൽ ഏഷ്യ എന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്ക് തന്നെ അത്രയേറെ സേഫ് ആയിട്ടുള്ള കൺട്രിയാണ്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കൺട്രി ഉള്ളത്. അതായത് ഡൽഹിയിൽ നിന്ന് 2.5 മുതൽ 3 മണിക്കൂർ വരെയാണ് ഈ ഒരു കൺട്രിയിലോട്ട് റീച്ച് ആവാനായിട്ട് നമുക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ പ്രീവിയസ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ തഷ്കൻ മെഡിക്കൽ അക്കാഡമി, സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്, ബുഖാര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആൻഡിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഇത്തരത്തിലുള്ള കോളേജുകളിലൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് വിദ്യാർത്ഥികൾ മേജറായിട്ട് മലയാളി വിദ്യാർത്ഥികൾ MBBS പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഉസ്ബെക്കിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞാൽ തഷ്കൻഡാണ്. തഷ്കൻഡിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് ഏകദേശം 5ഓളം നഗരങ്ങളും എന്തുണ്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് കണക്ടിവിറ്റി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നൊരു സംഭവം എന്ത് ചെയ്യുന്നില്ല, ഉസ്ബെക്കിനെ സംബന്ധിച്ചിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് വരാനായിട്ട് പോകുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആവുന്ന രീതിയിലാണ് എന്തുള്ളത് നമ്മുടെ കൺട്രി ഉള്ളത്. ഓക്കെ, സോ ദെൻ നമ്മളൊരു ആവറേജ് ആയിട്ടുള്ള ഒരു ഫീസ്, അത് കൂടാണ്ട് അടുത്തൊരു ലിവിങ് കോസ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു $3,000 മുതൽ $3,500 വരെ ആവറേജ് ട്യൂഷൻ ഫീസ് വരുന്ന രീതിയിലുള്ള കോളേജുകളാണ്. അപ്പോൾ ഒരു $3,500 ഒക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3,30,000 അല്ലെങ്കിൽ 3,40,000 എന്ന രീതിയിൽ ട്യൂഷൻ ഫീസ് വരുന്നത്. അതായത് എൻ്റെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 19 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണ് എൻ്റെ ട്യൂഷൻ ഫീസ് വരുന്നത്. അത് കൂടാണ്ട് പിന്നെ ലിവിങ് കോസ്റ്റ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 18 മുതൽ 20 ലക്ഷം രൂപ വരെ ടോട്ടൽ ലിവിങ് കോസ്റ്റ് വരുന്ന രീതിയിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഒരു ടോട്ടൽ എക്സ്പെൻസ് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ,
അപ്പോൾ ഇന്ന് വളരെ ബഡ്ജറ്റീവായിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അത് കൂടാണ്ട് മികച്ച യൂണിവേഴ്സിറ്റികളിൽ തന്നെ MBBS പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്ക് എന്ന് പറയുന്നത്. പിന്നെ ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു കൺട്രി കൂടെയാണ് ഉസ്ബെക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസിയും അതുകൂടാണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ സൈഡിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും റീസൺലിയും അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഏപ്രിൽ മാസം 1-ാം തീയതി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, എംബസിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പുറത്ത് ഉസ്ബെക്കിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നതിന് ബന്ധപ്പെട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉസ്ബെക്കിലെ തന്നെ ഏറ്റവും ഇതുവരെ മലയാളി വിദ്യാർത്ഥികൾ ചൂസ് ചെയ്തുകൊണ്ടിരുന്ന തഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സമർഖണ്ഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ബുഖാര, ഈ ഒരു 3 കോളേജുകളിൽ അവരുടെ എടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, വിദ്യാർത്ഥികൾ പ്രോപ്പർ ഫെസിലിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അതിനൊരു റിപ്ലൈ എന്നോണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് എംബസി ഓഫ് ഇന്ത്യയും ഒരു റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എനിഹൗ ഉസ്ബെക്ക് എന്ന് പറയുന്നൊരു കൺട്രിയിൽ ഇന്ത്യൻ എംബസി വളരെ വിജിലൻ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കോളേജുകൾ കിട്ടുമെന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. വിദ്യാർത്ഥികൾക്ക് മികച്ച കോളേജുകൾ ലഭിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് റിസൾട്ട് എന്തായാലും കുറയും. ശരിയല്ല, റിസൾട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുകൂടെ വന്നിട്ട് FMG പരീക്ഷ പാസ്സാവരൊക്കെ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് ഉസ്ബെക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ക്ലൈമറ്റാണ്. ഏകദേശം ഓൾമോസ്റ്റ് ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ഉള്ള ഒരു കൺട്രിയാണ്. അത് കൂടാണ്ട് ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. വളരെ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. സോ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ കാര്യങ്ങളെല്ലാം ലഭിക്കുകയും ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ വിദേശത്ത് MBBS പഠിക്കണം, നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഒരു ബിലോ 30 lakhs ആണ്, അതാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഉസ്ബെക്കിലുള്ള ഏതെങ്കിലും മികച്ച യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാര്യം ലാസ്റ്റ് ഇയർ തന്നെ FMG റിസൾട്ട് 55 മുതൽ 60% റിസൾട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നമുക്ക് എവിടെയുണ്ട്, ഉസ്ബെക്കിസ്ഥാനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ നോക്കിയിട്ട് എവിടെയുള്ള മികച്ച യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിന് അത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ അപ്പോൾ MBBS അബ്രോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ.